ഈ കിടക്കുന്ന വണ്ടിയും ഈ തിരിഞ്ഞു നിൽക്കുന്ന ആളും അന്ന് എനിക്കൊരു സ്വപ്നമായിട്ട് തോന്നി. വേറെ ആരുമല്ല, സാക്ഷാൽ സഞ്ജീവ് സാംസൺ. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അന്ന് എനിക്ക് മറ്റൊരു വകയുടെ കിട്ടി. ചേട്ടന് വീഡിയോ എടുത്ത് കൊടുക്കാനുണ്ട്. എന്നെ ചേട്ടൻ വിളിച്ച് നിർത്തി. എന്നിട്ട് ഞാൻ ചേട്ടന് വീഡിയോ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയ ഇന്ത്യ മാച്ചിന് മുന്നേ ഉള്ള പ്രാക്ടീസാണ് ഈ നടക്കുന്നത്. അപ്പോൾ ചേട്ടനന്ന് ഭയങ്കര കഠിനമായ പ്രാക്ടീസായിരുന്നു. പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ RCB താരം ഗബ്രിയൽ ബെൻ. വിരാട് കോഹ്ലിക്കൊക്കെ 120-ലും 130-ലും ഒക്കെ ബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഗബ്രു ആയിരുന്നു ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗബ്രു ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ചേട്ടനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ കുറേ സമയം കിട്ടി. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ മാച്ചിന് ശേഷം ഞാൻ രണ്ടാമത്തെ തവണയാണ് ചേട്ടനെ പിന്നെ കാണുന്നത്. ആ സീസൺ ടൈമിൽ കണ്ടെങ്കിലും പിന്നെ ചേട്ടനുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഈ ടൈമിലായിരുന്നു. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് വാസ് അടിപൊളിയായിരുന്നു. സോ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. സഞ്ജു ചേട്ടന് പോകാൻ സമയമായി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വെച്ചു. അങ്ങനെ സഞ്ജു ചേട്ടനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ ടാറ്റയൊക്കെ കൊടുത്തു വിട്ടിട്ട് നേരെ പോയത് സച്ചിൻ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. സച്ചിൻ ബേബിയുടെ, നമ്മളെ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ്റെ വീട്ടിലേക്ക്. അവിടെ ദീപാവലി സെലിബ്രേഷൻ ആയിരുന്നു. അന്ന് ദീപാവലിക്ക് അവർ വാങ്ങിച്ചിരുന്ന പടക്കത്തിൽ കുറച്ച് പൊട്ടാൻ ബാക്കിയുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. ശരിക്കും പറഞ്ഞ ഒരു വെടിക്കെട്ടിനുള്ള സാധനം ഉണ്ടായിരുന്നു. ഇത് പൊട്ടിച്ചിട്ടും തീരാത്തത്ര കണക്കിന് സാധനം ഉണ്ടായിരുന്നുകൊണ്ട് ബാക്കി കുറേ സാധനങ്ങൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കുറേ സാധനങ്ങൾ നമ്മൾ കൊടുത്തും വിട്ടു. സോ ഈ ദിവസം വാസ് ഭയങ്കര അടിപൊളി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ വെടിക്കെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റീനു നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവളെയും കണ്ടു. ഇന്നത്തെ ദിവസം അങ്ങ് എൻഡ് ചെയ്തു.